നിങ്ങളുടെ കയ്യിൽ കുറച്ച് ഡാറ്റ ഉണ്ടെന്ന് ഇരിക്കട്ടെ. ആ ഡാറ്റ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു പ്രഡിക്ഷൻ നടത്തണം. നിങ്ങൾ ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ക്ലാസിഫിക്കേഷൻ പ്രോബ്ലമാണ്. ഇവിടെയുള്ള പ്രശ്നം, നമ്മുടെ മുന്നിൽ ഒരുപാട് അൽഗോരിതംസ് ഉണ്ട്. ഏത് അൽഗോരിതമാണ് സെലക്ട് ചെയ്യുക എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ സെഷനിൽ ക്രോസ് വാലിഡേഷന്റെ അഡ്വാൻറ്റേജ് നമ്മൾ കണ്ടിരുന്നു. ക്രോസ് വാലിഡേഷൻ ഉപയോഗിച്ച് നമുക്ക് മോഡൽ സെലക്ഷൻ നടത്താൻ പറ്റും. ഇന്നത്തെ സെഷനിൽ നമ്മൾ ചെയ്യുന്നത് മോഡൽ കമ്പാരിസൺ ആണ്. നമ്മളിവിടെ ഐറിസ് ഡാറ്റ സെറ്റ് എടുക്കുന്നു. ലോജിസ്റ്റിക് റിഗ്രഷൻ, K-നമ്പർ ക്ലാസിഫയർ, അതുപോലെ തന്നെ SVM, ഈ 3 അൽഗോരിതം ഉപയോഗിച്ച് ഡാറ്റയെ ഫിറ്റ് ചെയ്യുന്നു. ഇതിൽ ഏത് അൽഗോരിതമാണ് കൃത്യമായിട്ട് പ്രഡിക്ഷൻ നടത്തുന്നത് പുതിയൊരു ഡാറ്റ കിട്ടുമ്പോൾ എന്നുള്ളതാണ് ആദ്യം കാണുന്നത്. അതുമാത്രമല്ല, എങ്ങനെയാണ് നമ്മുടെ മോഡലിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് ഒരു കൺഫ്യൂഷൻ മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെയാണ് ഒരു ക്ലാസിഫയർ റിപ്പോർട്ട്, അതായത് നമുക്ക് മോഡൽ ഇവാലുവേഷൻ ആവശ്യമായിട്ടുള്ള പ്രിസിഷൻ, റീകോൾ, F1 സ്കോർ, ഇതെല്ലാം എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഐറിസ് ഡാറ്റ സെറ്റ് എന്താണെന്നുള്ളത് നമ്മൾ പറയുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ ചെയ്ത സെഷൻസ് ഒന്ന് റെഫർ ചെയ്യാം. ആദ്യമായി നമ്മൾ ചെയ്യുന്നത് ഡാറ്റയെ ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓൾറെഡി സൈക്കിറ്റ് ലേണിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള ഡാറ്റ സെറ്റാണ് ഐറിസ്. സോ നമ്മൾ ഡയറക്റ്റ്ലി ഡാറ്റയെ വിളിക്കുന്നു. പിന്നീട് അതിൻ്റെ ഫീച്ചേഴ്സിനെയും അതുപോലെ തന്നെ അതിൻ്റെ ടാർഗറ്റിനെയും സെപ്പറേറ്റ് ആയിട്ട് വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇവിടെ 150 ഡാറ്റ പോയിന്റ്സ് ഉണ്ട് ആൻഡ് നമുക്ക് 4 ഫീച്ചേഴ്സ് ആണ് ഉള്ളത്. ഫീച്ചേഴ്സിന്റെ നെയിം നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യാം, അതുപോലെ തന്നെ നിങ്ങളുടെ ടാർഗറ്റ് പ്രിന്റ് ചെയ്യാം. ഇവിടെ 0, 1, 2 എന്ന് പറയുന്നത് എൻ്റെ ക്ലാസ്സസ് ആണ്. എന്താണ് 0, എന്താണ് 1, 2 എന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ടാർഗറ്റ് നെയിംസ് പ്രിന്റ് ചെയ്യാം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെറ്റോസ, വേഴ്സിക്കളർ ആൻഡ് വെർജിനിക. ഇതാണ് 3 തരത്തിലുള്ള ക്ലാസ്സസ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മുടെ പ്രഡിക്ഷനെ സഹായിക്കാൻ വേണ്ടി ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിക്ഷണറി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇത് ഓരോ നമ്പേഴ്സും ഏത് ടൈപ്പ് ഓഫ് ക്ലാസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു ഡിക്ഷണറിയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അടുത്തായി നമ്മൾ ചെയ്യേണ്ടത് ഡാറ്റയെ സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ട്രെയിൻ ഡാറ്റ ആയിട്ടും അതുപോലെ ടെസ്റ്റ് ഡാറ്റ ആയിട്ടും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇതിന്റെ ആവശ്യത്തെക്കുറിച്ചൊക്കെ ഇതിന് മുന്നുള്ള സെഷനിൽ പറഞ്ഞതാവുകൊണ്ട് എൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, 150 ഡാറ്റ പോയിന്റ്സിൽ 105 ആണ് നിങ്ങളുടെ ട്രെയിൻ ഡാറ്റ, അതുപോലെ തന്നെ 45 ആണ് നിങ്ങളുടെ ടെസ്റ്റ് ഡാറ്റ. ആദ്യമായി നമ്മൾ ലോജിസ്റ്റിക് റിഗ്രഷൻ ആണ് ഉപയോഗിക്കുന്നത്. സോ ലോജിസ്റ്റിക് റിഗ്രഷനെ വിളിക്കുന്നു, എന്നിട്ട് ഡാറ്റയെ ഫിറ്റ് ചെയ്യുന്നു. ഡാറ്റയെ ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രെഡിക്ഷൻ നടത്തുന്നു, പിന്നീട് ആക്യുറസി കണ്ടുപിടിക്കുന്നു. ഇതെല്ലാം ഇതിന് മുന്നേ പറഞ്ഞതാവുകൊണ്ട് ഇതിൻ്റെ സ്റ്റെപ്സിൻ്റെ ഡീറ്റെയിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ആക്യുറസി ഇവിടെ കിട്ടുന്നത് 93.3 ആണ്. കഴിഞ്ഞ സെഷനിലൊന്നും നമ്മൾ കൺഫ്യൂഷൻ മെട്രിക്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ടിനെ കുറിച്ചോ പറഞ്ഞിരുന്നില്ല. ഇവിടെ പാണ്ടാസ് ഉപയോഗിച്ചിട്ട് ക്രോസ് ടാബ് എന്ന മെത്തേഡ് വഴി നമ്മളൊരു കൺഫ്യൂഷൻ മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യുന്നു. അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സൈക്കിറ്റ് ലേണിന്റെ സഹായത്തോടു കൂടെ ഒരു ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ട് പ്രിന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം കൺഫ്യൂഷൻ മെട്രിക്സിലേക്ക് വരാം. കൺഫ്യൂഷൻ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഈ രീതിയിലുള്ളൊരു ടേബിൾ ആണ്. ഇതിൽ നിങ്ങൾക്ക് ആക്ച്വൽ കാണാം. സോ റോ വൈസ് നിങ്ങൾ എടുക്കേണ്ടത് ആക്ച്വൽ ഡാറ്റയാണ്, കോളം വൈസ് നിങ്ങൾ എടുക്കേണ്ടത് പ്രെഡിക്റ്റഡ് ഡാറ്റയാണ്. ഉദാഹരണത്തിന് നമുക്ക് മൊത്തം 45 ടെസ്റ്റ് ഡാറ്റ ഉണ്ട്. അതിൽ 21 എണ്ണം ക്ലാസ് 0 ആണ്, 10 എണ്ണം ക്ലാസ് 1, 14 എണ്ണം ക്ലാസ് 2. ഇതാണ് ആക്ച്വൽ ഡാറ്റ. ആക്ച്വലി ഞാൻ എടുക്കുന്നത് എപ്പോഴും റോ വൈസ് ആണ്. ഇനി എങ്ങനെയാണ് പ്രഡിക്ഷൻ നടത്തുന്നത് നോക്കാം. ആദ്യത്തെ കേസിൽ 21 ആക്ച്വൽ ടെസ്റ്റ് ഡാറ്റ ഉണ്ട്. ആ 21 എണ്ണം കൃത്യമായിട്ട് തന്നെ പ്രിഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കേസിൽ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. 10 ഡാറ്റയിൽ 8 എണ്ണേ കൃത്യമായിട്ട് പ്രിഡിക്റ്റ് ചെയ്തിട്ടുള്ളൂ, 2 എണ്ണം തെറ്റാണ്. സിമിലർലി ലാസ്റ്റ് കേസിൽ 14 ഡാറ്റ ഉള്ളതിൽ 13 കൃത്യമായിട്ടുള്ള പ്രഡിക്ഷൻ നടത്തിയിട്ടുള്ളൂ, 1 എണ്ണം തെറ്റാണ്. സോ ഇതാണ് കൺഫ്യൂഷൻ മെട്രിക്സ്. ഇത് ആക്ച്വൽ വേഴ്സസ് പ്രെഡിക്റ്റഡ് എത്ര നന്നായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഇൻഫോർമേഷൻ ആണ് നമുക്ക് തരുന്നത്. അടുത്തത് നമ്മുടെ മോഡൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെയൊക്കെ പ്രിന്റ് ചെയ്യലാണ്. അതാണ് ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ടിൽ ചെയ്യുന്നത്. പ്രിസിഷൻ പ്രിന്റ് ചെയ്യുന്നു, റീകോൾ പ്രിന്റ് ചെയ്യുന്നു, F1 സ്കോർ പ്രിന്റ് ചെയ്യുന്നു. ആദ്യത്തെ കേസിൽ നിങ്ങൾക്ക് കാണാം പ്രിസിഷൻ, റീകോൾ, F1 എല്ലാം 1 ആണ്. കാര്യം എന്താണോ നിങ്ങളുടെ ആക്ച്വൽ ഡാറ്റ അത്ര തന്നെ കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അടുത്ത കേസിലെല്ലാം അത് വ്യത്യാസമാണ്. അതുകൊണ്ടാണ് പ്രിസിഷൻ, റീകോൾ, F1 സ്കോർ എല്ലാം വ്യത്യാസമായിരിക്കുന്നത്. ഇതിൻ്റെ ആക്ച്വൽ മാത്ത് എല്ലാം നമ്മൾ തിയറി പറഞ്ഞപ്പോൾ ഡിസ്കസ് ചെയ്തതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ആക്യുറസി നമുക്ക് കിട്ടുന്നത് 93% ആണ്. അടുത്തൊരു കാര്യം നമ്മൾ ചെയ്യുന്നത് പുതിയതായിട്ടുള്ളൊരു ഡാറ്റ നമ്മൾ കൊടുക്കുകയാണ്. എന്നിട്ട് ലോജിസ്റ്റിക് റിഗ്രഷൻ ഉപയോഗിച്ച് പ്രെഡിക്റ്റ് ചെയ്യുന്നു. കൃത്യമായിട്ടുള്ള ഒരു പ്രഡിക്ഷൻ ആണോ നടത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. സോ x_new എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ ഡാറ്റ പോയിന്റ്. ആദ്യത്തെ ക്ലാസ് എന്ന് പറയുന്നത് സെറ്റോസയാണ്, രണ്ടാമത്തത് വേഴ്സിക്കളർ, മൂന്നാമത്തത് വെർജിനിക്ക, നാലാമത്തത് വേഴ്സിക്കളർ. സോ ഈ രീതിയിലാണ് നമ്മുടെ ഡാറ്റ ഇരിക്കുന്നത്. ഈ 4 വാല്യൂസ് വന്നിരിക്കുന്നത് 4 ഫീച്ചേഴ്സ് ആണ്. പ്രഡിക്ഷൻ നടത്തുന്നു ലോജിസ്റ്റിക് റിഗ്രഷൻ ഉപയോഗിച്ച്, എന്നിട്ട് അതിന്റെ ഓരോ ക്ലാസ്സുകളും പ്രിന്റ് ചെയ്യുന്നു. ഈ 0 എന്ന് പറയുന്നത് നിങ്ങളുടെ ലിസ്റ്റിൽ ആദ്യത്തെ ഡാറ്റയാണ്.
സോ ഐഡിയലി നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടേണ്ടത് സെറ്റോസ എന്നാണ്. അത് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. സിമിലർലി രണ്ടാമത്തത് വേഴ്സിക്കളർ ആണ്, മൂന്നാമത്തത് വെർജിനിക്കാണ്. പക്ഷെ നാലാമത്തതും നമുക്ക് വെർജിനിക്ക എന്നാണ് കിട്ടുന്നത്. ആക്ച്വലി അത് വേഴ്സിക്കളർ ആണ്. അപ്പം ഈ ഒരു അൽഗോരിതം അത്ര കൃത്യമായിട്ടല്ല നമ്മൾ കൊടുത്ത ഡാറ്റയിൽ പ്രഡിക്ഷൻ നടത്തുന്നത്. 4 ഡാറ്റ കൊടുത്തതിൽ 3 കറക്റ്റ് ആണ്, പക്ഷെ 1 തെറ്റാണ്. സോ അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത അൽഗോരിതം പിടിച്ചു നോക്കാം, കെ നൈബർ ക്ലാസിഫയർ. കെ നൈബറിലേക്ക് വരുമ്പോൾ നമ്മുടെ ആ പ്രധാന പ്രശ്നം എങ്ങനെയാണ് കെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മളിത് മുന്നേ അഡ്രസ്സ് ചെയ്തതാണ്. നമ്മളൊരു റേഞ്ച് ഓഫ് വാല്യൂസ് എടുക്കുന്നു. ഇവിടെ എടുത്തിരിക്കുന്നത് 1 to 26. എന്നിട്ട് ഈ ഓരോ കെ വാല്യൂസിനും ആക്യുറസി കണ്ടുപിടിക്കുന്നു. സോ ഇങ്ങനെ ആക്യുറസി കണ്ടുപിടിച്ചിട്ട് നമ്മൾ ആക്യുറസി വേഴ്സസ് കെ വാല്യൂ പ്ലോട്ട് ചെയ്യുന്നു. ഈ ഗ്രാഫ് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഏതാണ്ട് നമുക്കൊരു 97.8% ഒക്കെ കിട്ടുന്നുണ്ട് ആക്യുറസി. മേ ബി കെ വാല്യൂ 5 എടുക്കാം, അത് നമുക്ക് ബെസ്റ്റ് ആക്യുറസി തരുന്നുണ്ട്. നിങ്ങൾ കെ വാല്യൂ പിന്നീട് എത്ര കൂട്ടിയാലും ആക്യുറസി കൂടുന്നില്ല. സോ നമുക്കൊരു ഒപ്റ്റിമം വാല്യൂ എന്ന് ഇവിടെ പറയാവുന്നത് 5 ആണ്. സോ ആ 5 എന്നുള്ള വാല്യൂ എടുക്കുന്നു, നിങ്ങൾ ഡാറ്റയെ ഫിറ്റ് ചെയ്യുന്നു, ആക്യുറസി കാൽക്കുലേറ്റ് ചെയ്യുന്നു. നേരത്തേനെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു ആക്യുറസിയാണ് ഇവിടെ കിട്ടുന്നത്, 97.8. വീണ്ടും നിങ്ങൾ നേരത്തെ ചെയ്ത കാര്യം റിപ്പീറ്റ് ചെയ്യുന്നു. പുതിയതായിട്ട് ഒരു ഡാറ്റയെ വിളിക്കുന്നു, എക്സ് ന്യൂ. ആ എക്സ് ന്യൂ KNN അൽഗോരിതം വെച്ചിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നു. പ്രെഡിക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ അറിയാം ഫസ്റ്റത്തേത് മാറിയിട്ടില്ല, സെറ്റോസയാണ്. രണ്ടാമത്തത് പ്രതീക്ഷിച്ചത് വേഴ്സിക്കളർ ആണ്. മൂന്നാമത്തതും വെർജിനിക്ക. നാലാമത്തെ കേസിലാണ് ലോജിസ്റ്റിക് റിഗ്രഷൻ തെറ്റായിട്ട് കാണിച്ചത്, പക്ഷേ KNN അത് കൃത്യമായിട്ട് ഇവിടെ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. കൺഫ്യൂഷൻ മെട്രിക്സും അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ടും പ്രിന്റ് ചെയ്ത് നോക്കുക. ഐഡിയലി ഇത് മുന്നത്തെ കേസിനെക്കാട്ടും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യണം, കാരണം നമുക്ക് ആക്യുറസി കൂടി കിട്ടുന്നുണ്ട്. ആ രീതി തന്നെയാണോ നമ്മുടെ ഡാറ്റ എന്ന് നോക്കി നോക്കാം. നിങ്ങളുടെ കൺഫ്യൂഷൻ മെട്രിക്സ് നോക്കി അറിയാം, യെസ്, കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രഡിക്ഷൻ ആണ് ഇവിടെ നടത്തുന്നത്. ആക്ച്വൽ ഡാറ്റ പോയിന്റ്സ് 21 ഫോർ ക്ലാസ് 0. 21 കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തതിലാണ് പ്രശ്നം വരുന്നത്. 10 9 കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്, 1 തെറ്റാണ്. 14 കൃത്യമായിട്ട് തന്നെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കുമ്പോൾ KNN ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇതേ ഫീല് നിങ്ങൾക്ക് ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ടിലും കിട്ടും. മൊത്തത്തിൽ നിങ്ങളുടെ F1 സ്കോർ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ആക്യുറസി നമുക്ക് 98% ആയിട്ട് ഉയർന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിയാണ്, അങ്ങനെയാണെങ്കിൽ ഇതിനെക്കാട്ടും ബെറ്റർ ആയിട്ട് SVMന് പെർഫോം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതേ ഡാറ്റ സെറ്റിനെ വീണ്ടും SVM അൽഗോരിതം വെച്ചിട്ട് ഫിറ്റ് ചെയ്യുന്നു. ഇവിടെ ആക്യുറസി നമുക്ക് കിട്ടിയിരിക്കുന്നത് 97.8 ആണ്. ലോജിസ്റ്റിക് റിഗ്രഷനെക്കാട്ടും ബെറ്റർ ആണ്, പക്ഷേ KNN അത്ര പെർഫോമൻസ് ഇല്ല. വീണ്ടും നമ്മൾ കൺഫ്യൂഷൻ മെട്രിക്സും അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ടും പ്രിന്റ് ചെയ്യുന്നു. ഏതാണ്ട് എങ്ങനെയാണോ KNN പെർഫോം ചെയ്തത് അതേ വാല്യൂസ് ഒക്കെ തന്നെയാണ് സപ്പോർട്ട് വെക്ടർ മെഷീനും നമുക്ക് നൽകുന്നത്. 21 ആദ്യത്തെ കേസിൽ പ്രഡിക്ഷൻ നടത്തിയിട്ടുണ്ട്. രണ്ടാമത്തേലായിരുന്നു KNN തെറ്റ് കാണിച്ചത്, അത് ഇവിടെയും കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. 10 9 കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ളൂ, 1 തെറ്റാണ്. ലാസ്റ്റത്തെ 14 പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ടും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, KNNന്റെ സിമിലർ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് SVM നമുക്ക് നൽകുന്നത്. സോ നമ്മുടെ പ്രഡിക്ഷൻ എന്തായിരിക്കണം, പ്രഡിക്ഷൻ KNN പോലെ തന്നെ ആയിരിക്കണം. സോ പുതിയതായിട്ടൊരു ഡാറ്റ കൊടുക്കുന്നു, നിങ്ങൾ SVM ഉപയോഗിച്ച് അതിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നു. പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം KNN എങ്ങനെയാണോ പ്രെഡിക്റ്റ് ചെയ്തത് അത് തന്നെയാണ് SVMും പ്രെഡിക്റ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു ട്യൂട്ടോറിയലിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് മാനുവലായിട്ട് നമ്മൾ മോഡലിനെ ഒന്ന് കമ്പയർ ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടും 3 അൽഗോരിതംസ് ആണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഈ 3 അൽഗോരിതം ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പ്രഡിക്ഷൻ നടത്തുക എന്ന് കണ്ടു, എങ്ങനെയാണ് നമ്മുടെ മോഡലിനെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു ട്യൂട്ടോറിയൽ ഇവിടെ നിർത്തുവാണ്. അടുത്തൊരു സൈക്കിറ്റ് ലേൺ ട്യൂട്ടോറിയലുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. എൻജോയ് ML ലേണിംഗ്.